ആലപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മുട്ടാർ, ചാത്തങ്കരി, മിത്രക്കരി, തലവടി എന്നിവിടങ്ങൾ വെള്ളത്തിലാണ്. തിരുവല്ല അമ്പലപ്പുഴ പാതയിൽ നെടുമ്പ്രത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം നിലച്ചു. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, വലിയ വെള്ളക്കെട്ടാണല്ലോ മിഥുന് പിന്നിൽ. അവിടെ ആകെ വലിയ പ്രശ്നമാണോ, ആശങ്കയാണോ? കൃഷ്ണരാജ്, അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഭാഗികമായി ഗതാഗതം നിലച്ചു. ബസ് ഓടുന്നില്ല. ഈ 4 വാഹനങ്ങൾ, കാറുകളടക്കമുള്ള വാഹനങ്ങൾ സ്വന്തം റിസ്കിൽ മുന്നോട്ട് പോകേണ്ട അവസ്ഥ. വളരെ പാടുപെട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങൾ, കാറുകളടക്കം മുന്നോട്ട് നീക്കുന്നത്. ഓട്ടോ അടക്കം വളരെ ബുദ്ധിമുട്ടി. ഈ പ്രയാസമാണ് ഈ പാതയിലൂടെ വാഹനങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത്. ബൈക്കുകളടക്കം, ഇരുചക്ര വാഹനങ്ങളടക്കം തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഭാഗ്യമായി തന്നെ ഇവിടെ ഗതാഗതം നിലച്ചിരിക്കുന്നു എന്ന് പറയാം. ബസ്സുകൾ ഓടുന്നില്ല. ഈ ഭാഗത്ത് സംസ്ഥാന പാത, തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ ഇന്നലെ മുതൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ സമീപ പ്രദേശങ്ങളിലും വീടുകളിലുമെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ആളുകളെ പരമാവധി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും എല്ലാം മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മനസ്സിലാകുന്ന കാര്യം. ഒപ്പം തന്നെ പത്തനംതിട്ടയുടെയും ആലപ്പുഴയുടെയും അതിർത്തി പ്രദേശമാണ് ഈ ഭാഗം. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ബസ്സുകളെ അടക്കം ആശ്രയിക്കുന്ന ഒരു പാത കൂടിയാണ്, സംസ്ഥാന പാത കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ജനജീവിതത്തെ വലിയ രീതിയിൽ ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമായത്, ഈ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ ഈ സമയത്തൊക്കെ നിരവധി യാത്രക്കാർ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലേക്കൊക്കെ പോകുന്ന നിരവധി യാത്രക്കാരുള്ള ഒരു പാത കൂടിയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, കാറുകളടക്കം മുന്നോട്ട് നീക്കാൻ വളരെ പണിപ്പെടുന്ന ഒരു സാഹചര്യം, വളരെ ബുദ്ധിമുട്ട് ഉണ്ട് ഈ പാതയിലൂടെ വാഹനങ്ങൾ മുന്നോട്ട് നീക്കുക എന്നുള്ളത്. കാറുകളടക്കം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾ, പ്രദേശവാസികൾ പറയുന്നുണ്ട് സ്വന്തം റിസ്കിൽ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. ഈ ഗതാഗതം പൂർണ്ണമായും നിലച്ചൊരവസ്ഥയാണല്ലോ. ഇത് എത്ര സമയം മുതലാണ് ഇവിടെ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് മാറി? ഇന്നലെ 3 മണി തൊട്ട് ഈ പരുവാണ്. കാരണം എത്ര പെട്ടെന്നായിരുന്നു ഈ വെള്ളം വന്നത്. പെട്ടെന്ന് വെള്ളം വന്ന് ഇത്രയും പൊങ്ങി. പക്ഷേ 2018 ശേഷം ഇപ്പോഴും ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വന്നത് വെള്ളം. ഞാൻ ഈ വാർഡിലെ മെമ്പറും കൂടിയാണ്. നമ്മളിപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ ഒരു 6 കോടി ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഇതുവരെ ആയിട്ടില്ല. എന്തോ ആയി തീരുമെന്നോ ഇവിടെ സൈഡിൽ ബണ്ട് കെട്ടാനുമായിട്ട് വേണ്ടി. ഇപ്പോൾ എങ്ങനെയാണ് നിലവിൽ? ആരെങ്കിലുമൊക്കെ ഈ വീടുകളിലേക്ക് കുടുങ്ങിക്കിടപ്പുണ്ടോ? ഈ സമീപ പ്രദേശത്ത് മുഴുവൻ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടല്ലോ. രക്ഷാപ്രവർത്തനം പൂർത്തിയായോ? ആളുകളൊക്കെ മാറ്റിയോ? ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇപ്പം ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ മുകളിലത്തെ നിലയിലൊക്കെ ആയിട്ട് കിടക്കുന്ന എല്ലാവരും. ദുരിതാശ്വാസ ക്യാമ്പുകൾ എത്ര പ്രവർത്തിക്കുന്നു? ഇവിടെ ഒരു 3 എണ്ണം ഉണ്ട്. സ്കൂളിൽ, ദേവസ്വം ബോർഡ് സ്കൂൾ, അങ്ങനെ 2 നടത്തുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. പ്രതീക്ഷിക്കുന്നത് ഈ വെള്ളം താഴുവോ? ഇപ്പം മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെള്ളം താഴുമെന്ന് തോന്നുന്നു. കാരണം റാന്നിയൊക്കെ ഇപ്പം താന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നു. വെള്ളം അവിടെ താഴുമ്പോൾ ഇവിടെ കുറച്ച് പൊങ്ങും. ശരിക്കും സ്വാഭാവിക ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. സ്വാഭാവികമായി ഇനിയുള്ള മണിക്കൂറിൽ ഇവിടെ വെള്ളം ഉയരാനൊരു സാധ്യത വരും. ഇച്ചിരി പിന്നെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ 39 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് നല്ലൊരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൂടെ തുറക്കുമ്പോൾ ഈ വെള്ളം അങ്ങനെയും കൂടി പോക്കോളൂ. ശരിക്കും ഇവിടെ പമ്പ മണിമല നദിയായത് നേരെ ബാക്കി ഇരിക്കുന്നത്. ശരി. വീടുകളിലൊക്കെ ആളുകൾ സുരക്ഷിതരാക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പരമാവധി ദുരിതാശ്വാസം 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ പ്രദേശത്ത് ഉണ്ട്. എന്താണ് അവസ്ഥ? വെള്ളം എല്ലാ വർഷവും ഉള്ള സംഭവം ഇത്. എല്ലാ വർഷവും ഇതുപോലെ വെള്ളം വരും. യാത്രക്കാർക്ക് അതുപോലെ ബുദ്ധിമുട്ടാണ്. വീടുകളിലെ എല്ലാം വെള്ളം എപ്പോഴും കയറി ഇറങ്ങും. ഇവിടുന്ന് കഷ്ടപ്പാടാണ്. വീടുകളിൽ നിന്ന് മാറിയോ? വീട് മാറില്ല. എൻ്റെ വീടിന് പറ്റത്ത് ഇപ്പം മുട്ടറ്റം വെള്ളമുണ്ട്. മാറാൻ ഒക്കില്ല. വീട്ടിൽ പെട്ടെന്ന് ഇട്ട് മാറാൻ ഒക്കത്തില്ലല്ലോ. പിന്നെ ഞാൻ തരണം ചെയ്ത് നിൽക്കും. എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ്. എല്ലാ വർഷവും വരും, പോകും, അങ്ങനെ തന്നെ കിടക്കും. ഈ വഴി കാറുകളൊക്കെ പോകുമ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടു, നമ്മൾ സൈഡ് പറഞ്ഞു കൊടുക്കും. അല്ല, പിന്നെ ദൂരെ നിന്ന് വരുന്നവർക്ക് അറിയത്തില്ലല്ലോ എങ്ങനെ വഴി ഏതാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. സംസ്ഥാന പാതയാണ്. ഇപ്പോൾ ഒരു കണക്കൂട്ടലിൽ എവിടം വരെ ആയിരിക്കും വെള്ളം ഉണ്ടാവുക എന്നുള്ളതാണ്? ഞാൻ നെടുമ്പ്രം ചന്ത എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വരെ വെള്ളത്തിൻ്റെ പ്രശ്നം. ഈ രീതിയിൽ തന്നെ വെള്ളം തന്നെയാണ്. അത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ശാലം കൂടെ വെള്ളം കൂടുതലാണ്. പരമാവധി ഈ വഴി യാത്ര ഒഴിവാക്കുക എന്നുള്ള ബുദ്ധിമുട്ട്. ഇത് വെള്ളം ഇറങ്ങുന്നിടം വരെ. ഇപ്പം അവിടെ ഈ കിഴക്ക് വെള്ളം ഇറങ്ങുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ശാലം പൊങ്ങും. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഒരു പ്രദേശവാസി എന്ന നിലയിൽ എന്തായിരിക്കും കണക്കൂട്ടൽ? എത്ര സമയത്തിനുള്ളിൽ ഈ വെള്ളം മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും? 2 ദിവസം പിടിക്കും. 2-3 ദിവസം പിടിക്കും. ഇവിടെ പരിപൂർണ്ണമായിട്ട് വെള്ളം മാറണമെങ്കിൽ നല്ലതായിട്ട്. ഇപ്പം അവിടുത്തെ ചീപ്പെല്ലാം തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വലിയും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഭാഗത്തുള്ള വീടുകളിൽ നിന്നും മറ്റും രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ മാറ്റുന്നതാണ്. സുരക്ഷിത
മേഖലകളിലേക്ക് ആളുകളെ മാറ്റുകയാണ്. പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും അല്ലെങ്കിൽ സുരക്ഷിത മേഖലകളിലേക്കും ഈ ട്രാക്ടറിലും ഇതുപോലെയുള്ള വള്ളം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഗൃഹോപകരണങ്ങളടക്കം നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. താഴത്തെ നിലയിലുള്ളവരൊക്കെ മുകളിൽ ടെറസിലും മറ്റുമായിട്ടാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ ട്രാക്ടറിലും മറ്റു എങ്ങനെയൊക്കെ ഇവിടുന്ന് സുരക്ഷിതമായിട്ട് പുറത്തേക്ക് എത്തിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ആളുകളെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ 39 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ പൊഴിയും മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലുള്ള വെള്ളം പരമാവധി വേഗത്തിൽ ഇറങ്ങുമെന്നുള്ളൊരു ആശ്വാസമാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത്. ഒപ്പം അവർ പറയുന്ന മറ്റൊരു ആശങ്ക, ഈ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ജലനിരപ്പ് ഉയരുമ്പോൾ, ഈ വെള്ളം പൊങ്ങിയത് ഉയരുമ്പോൾ ക്രമാനുഗതമായി ഈ ഭാഗങ്ങളിൽ ഈ തലവടി അടക്കമുള്ള ഈ അപ്പർ കുട്ടനാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഉയരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ആശങ്ക പ്രകടമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ പ്രദേശങ്ങളിൽ വെള്ളം ഉയരുന്നതിനുള്ള, ജലനിരപ്പ് ഉയരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ റാന്നി അടക്കമുള്ള മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ ആശങ്ക ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഇവിടെ വെള്ളം ഉയരുമോ എന്നുള്ള ഒരു ആശങ്കയാണ്. എന്നാലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ 2 ദിവസം കൊണ്ട് ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് പൂർണ്ണമായും മാറും എന്നുള്ളതാണ് അവരുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അവർ പറയുന്നത്. 2018 പ്രളയത്തിലാണ് ഇത്രയും മുട്ടിന് മുകളിലേക്ക് വെള്ളം എത്തുന്ന ഒരു ഘട്ടം ഈ റോഡിൽ ഉണ്ടായത് എന്ന് അവർ ഓർമ്മ പറയുന്നുണ്ട്. അതിനുശേഷം ഇത്രയും രൂക്ഷമായ രീതിയിൽ വെള്ളപ്പൊക്കം ഈ റോഡിൽ ഉണ്ടായിട്ടില്ല എന്നവർ പറയുന്നു. അതുകൊണ്ട് തന്നെ മഴ മാറി നിൽക്കണം. മഴ മാറി കാലാവസ്ഥ അനുകൂലമായാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ ഈ ഒരു സാഹചര്യം മാറിയേക്കും എന്നുള്ള ഒരു കാര്യമാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. ഈ പ്രദേശത്ത് ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ, കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖല, തലവടി ഉൾപ്പെടെയുള്ള മേഖലകൾ, നെടുമ്പുറം, ഈ ഭാഗത്തൊക്കെ രക്ഷാപ്രവർത്തന ദൗത്യമായി രോഗികളെ അടക്കം, ഗർഭിണികളെ അടക്കം പല വീടുകളിലും കുടുങ്ങിപ്പോയ പമ്പാനദിയുടെ തീരത്ത്, പമ്പാനദി കരകവിഞ്ഞ് പമ്പാനദിയുടെ തീരത്ത് കുടുങ്ങിക്കിടന്ന പലരെയും ഇതിനോടകം തന്നെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ആശുപത്രികളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അല്പസമയം മുൻപ് മാറ്റിയിട്ടുണ്ട്. പമ്പാനദിയും അച്ഛൻ കോവിലാറും കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ജലനിരപ്പ് ക്രമാനുഗതമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ചെങ്ങന്നൂർ അതിരൂക്ഷമായിട്ടുള്ള 2018 പ്രളയത്തിന്റെ ഓർമ്മകളൊക്കെ നമുക്ക് മുന്നിലുള്ള സ്ഥലമാണ്. അവിടെ ഏതായാലും വിവരങ്ങൾ കൃത്യമാണ്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.